വിഷ്ണു, റിനിയുടെ ആ വെളിപ്പെടുത്തലാണല്ലോ ഇക്കാര്യത്തിൽ ഒരു നിർണായക വഴിത്തിരിവാകും. നേരത്തെ കുറേയധികം പരാതികളും അല്ലെങ്കിൽ ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണങ്ങളൊക്കെ ഇപ്പം സമൂഹ മാധ്യമങ്ങൾ വഴി ഉണ്ടായിരുന്നെങ്കിലും അതിനൊരു കൃത്യമായ പേരുണ്ടായിരുന്നില്ല. റിനി ആ വെളിപ്പെടുത്തൽ നടത്തുമ്പോഴാണ് അതിന് കൃത്യമായൊരു മുഖവും ഒരു പേരും ഉണ്ടാവുന്നത്. അത് രാഹുൽ മങ്കൂട്ടത്തിൻ്റെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി രാജിയിലേക്ക് നയിച്ചത് റിനിയുടെ ആരോപണങ്ങൾ ഉറപ്പായും റിനിയുടെ വെളിപ്പെടുത്തൽ തന്നെയാണല്ലോ. എന്നിട്ടും റിനി രാഹുലിന്റെ പേര് പറയാത്തത് എന്തുകൊണ്ടാകാം വിഷ്ണു? കാശ്മീർ ആ പ്രസ്ഥാനത്തോടുള്ള സ്നേഹവും അവിടെയുള്ള നേതാക്കളോടുള്ള ബഹുമാനവും കാരണമാണ് താൻ ഇപ്പോഴും പേര് പറയാൻ തയ്യാറാകാത്തതെന്നായിരുന്നു റിനിയുടെ മറുപടി. പക്ഷേ പേര് പറഞ്ഞില്ലെങ്കിലും പറഞ്ഞ അടയാളങ്ങളൊക്കെ ആളെ ചൂണ്ടിക്കാണിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു, വളരെ കൃത്യവും വ്യക്തവുമായിരുന്നു. അതുതന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിയിലേക്ക് നയിച്ചതെന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല. പക്ഷേ റിനി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ രാജിക്ക് വേണ്ടിയായിരുന്നില്ല താനൊരു വെളിപ്പെടുത്തൽ നടത്തിയത്, മറിച്ച് ഇയാൾ ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ അത് രാഷ്ട്രീയ പ്രവർത്തകർക്ക് തന്നെ ഒരു മൂല്യച്യുതി സംഭവിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് കണ്ടിട്ട്, ഇയാൾക്ക് ഉന്നത സ്ഥാനങ്ങളിലേക്ക് ഇയാൾ പിന്നെയും വരുന്നത് കണ്ടിട്ടാണ് താൻ ഈ വെളിപ്പെടുത്തൽ നടത്താൻ തയ്യാറായത് എന്ന് പറയുന്നു. നേരത്തെ ഈ വിഷയങ്ങൾ പാർട്ടി ഫോറത്തിൽ ഉന്നയിച്ചതാണ്. റിനി പറയുന്നതനുസരിച്ചാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകളോട് ഇക്കാര്യങ്ങൾ പറഞ്ഞതാണ്. പക്ഷേ അന്ന് ഇത് കൃത്യമായി തന്നെ കേൾക്കാൻ ആളുകൾ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ അവർക്ക് വീഴ്ച സംഭവിച്ചത് അവർക്ക് മനസ്സിലാകുന്നു. ഈ നടപടി അടക്കമുള്ളതിലേക്ക് പോയതിൽ നടപടി അടക്കമുള്ളത് സ്വീകരിച്ചത് നല്ല കാര്യം തന്നെ. പക്ഷേ ഇതിന് ആത്യന്തികമായി വേണ്ടത് ഈ വ്യക്തി നവീകരിക്കപ്പെടുക എന്നുള്ളതാണ്. നടപടിക്കപ്പുറത്തേക്ക് അതാണ് ആവശ്യം. അത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് റിനി വ്യക്തമാക്കിയത്. ഒപ്പം റിനിക്കെതിരെ കടുത്ത സൈബർ ആക്രമണം ഇന്നലെ രാത്രി മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അത് ഈ ആരോപണ വിധേയന്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അയാളുടെ ഹാൻഡിലുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ തന്നെയാണ് തനിക്കെതിരെ സൈബർ ആക്രമണം അഴിച്ചുവിടുന്നതെന്ന് അവരെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ സൈബർ ആക്രമണം അഴിച്ചുവിട്ടാലും താൻ പറഞ്ഞ വാദങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല. താൻ പറഞ്ഞത് തന്റെ ഭാഗത്ത് ശരിയുള്ളത് കൊണ്ടാണ്, സത്യമുള്ളത് കൊണ്ടാണ്. അത് ഇപ്പോൾ അല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും തെളിയിക്കപ്പെടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങേയറ്റം മോശമായ രീതിയിലാണ് തന്റെ സൗഹൃദത്തെ ഇയാൾ കണ്ടത്. അങ്ങേയറ്റം മോശമായ രീതിയിൽ തനിക്ക് മെസ്സേജ് അയച്ച് ഹോട്ടലിലേക്ക് വരുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ നിരന്തരം ചോദിച്ചിരുന്നു. അതെല്ലാം എന്തുകൊണ്ട് നേരത്തെ പരാതി നൽകിയില്ല, അല്ലെങ്കിൽ 3 വർഷം മുമ്പ് നടന്നപ്പോൾ എന്തുകൊണ്ട് പരാതി നൽകിയില്ല എന്ന ചോദ്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോഴും പരാതി നൽകുമോ എന്ന ചോദ്യം അടക്കമുണ്ട്. ചിലപ്പോൾ ആവശ്യം വന്നാൽ പരാതി നൽകിയേക്കുമെന്നൊക്കെ നേരത്തെ ഇന്നലെ ഈ റിനി ആൻഡ് ജോർജ് പറഞ്ഞതുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താകും അതിൻ്റെ ഡെവലപ്മെന്റ് എന്നുള്ള കാര്യം.